വിശ്വാസം പാസ്സായിരിക്കും. തീർച്ചയായിട്ടും അംഗീകരിക്കും. ഇതൊരു ജനാധിപത്യമായിട്ടുള്ളൊരു വിധിയാണ്. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ UDF-നെയാണ് സപ്പോർട്ട് ചെയ്തത്. UDF പറഞ്ഞതാണ് ഇതുവരെ കേട്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ കേൾക്കുന്നുള്ളൂ. അപ്പം UDF നേതൃത്വം ഉള്ള അനുസരിച്ചാണ് ഞങ്ങൾ ഇതുവരെ പോയത്. അപ്പം അവരുടെ തീരുമാനം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അങ്ങനെയല്ല വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലേഴ്സ് ഇവരെല്ലാം UDF പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കേട്ടോ, അല്ല നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് വന്നവരാണ് ഇവരെല്ലാവരും. എനിക്കറിയില്ല. നേതൃത്വം പറഞ്ഞ് അനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ അത് വിപ്പ് ലംഘിച്ചാണ് കുറച്ച് കൗൺസിലേഴ്സ് പോയത്. അവരുടെ കാര്യം അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. ഇല്ല, ഞാൻ പറയില്ല. നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDF-ൻ്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ചെയർപേഴ്സൺ എന്നതിൽ ഈ 6 മാസം ഒരു രീതിയിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ കൈക്കൂലിയോ പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ലോ തെറ്റിച്ചു എന്നോ അങ്ങനത്തെ ഒരു ആരോപണം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഞാൻ വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടെ തന്നെ പറയാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടെന്നുള്ള ഉറപ്പോടെയാണ് ഞാൻ പോകുന്നത്. ബാക്കിയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ മറുപടി നൽകുന്നില്ല. എല്ലാം ഒരു രാഷ്ട്രീയ കളിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങൾ എതിർത്തിരിക്കുന്ന 4 കോൺഗ്രസിന്റെ കൗൺസിലർമാരും മായാരാമനും നഗരസഭ ഉപാധ്യക്ഷയാണ്. അവരുടെ നീക്കം എന്തായിരിക്കും? അവർ ഈ കേരള കോൺഗ്രസുമായിട്ട് ചേർന്ന് ഭരണം നടത്താനുള്ള ഒരു നീക്കമാണോ? അയ്യോ, എനിക്ക് അറിയില്ല. കാരണം ഞാൻ അതിൻ്റെ അല്ല. ഞാനിപ്പോൾ ഒരു കൗൺസിലറാണ്. അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എനിക്ക് തോന്നുന്നു അവർ തന്നെയാണ് ഇതുവരെ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. മുന്നോട്ട് തീർച്ചയായിട്ടും ഞാനൊരു കൗൺസിലറാണ്. 5 വർഷത്തേക്ക് ഒരു കൗൺസിലറാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യണം, എക്സാമൊക്കെ എഴുതണം. അപ്പോൾ അങ്ങനത്തെ പ്ലാൻസൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്.